നേര്യമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 77-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ സമ്മേളനവും 2026 ഫെബ്രുവരി 13 വെള്ളിയാഴ്ച രാവിലെ ഹൈസ്കൂൾ അങ്കണത്തിൽ വച്ച് ഭംഗിയായി നടന്നു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ചടങ്ങ് ആവേശകരമായി മാറി. സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി മഞ്ജു വി.ആർ. സ്വാഗതമാശംസിച്ചു. PTA പ്രസിഡന്റായ ശ്രീ M.N. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളും മറ്റു സ്ഥാപനങ്ങളും എല്ലാം കേരള സർവകലാശാല ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമുള്ള റാങ്കിങ്ങിലെല്ലാം ഒന്നാം സ്ഥാനത്ത് വരികയും വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം ഗുണനിലവാരം വൻതോതിൽ വളരുകയും വികസിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഈ വാർഷികം ആഘോഷിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം സർക്കാർ സ്ഥാപനങ്ങളെ പ്രകീർത്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിലുണ്ടായ മാറ്റം, ആശുപത്രികളെ മറ്റ് വിവിധ സർക്കാർ ഓഫീസുകളെല്ലാം ജനസേവന കേന്ദ്രങ്ങളായി മാറുകയും ജനങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോടുള്ള മനോഭാവം മാറുകയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സ്കൂളുകളോട് ഉള്ള സമീപനം അത് തുടരുകയാണ്. ഈ സ്കൂളിൻ്റെ തന്നെ ചുറ്റുവട്ടത്തുള്ള ഒരു 15 വീട് പരിശോധിച്ചാൽ അതിൽ 8-9 വീടുകളിലും എങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ആ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുട്ടികൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെല്ലാം ഈ സ്കൂളിൽ പഠിച്ചവരാണ്. പക്ഷെ അവരുടെ കുട്ടികളാരും ഇവിടെ പഠിക്കുന്നില്ല എന്നൊരു ദൗർഭാഗ്യം കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാതെ വയ്ക്കാം. ചടങ്ങിന്റെ ഉദ്ഘാടനം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ജോർജ് നിർവഹിച്ചു. പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് നേടുന്നത് പഠനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ലാബുകളിൽ നടത്തുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ശാസ്ത്രത്തിന്റെ സത്യങ്ങളും നേരിട്ട് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. നവോത്ഥാനവും സാങ്കേതിക വിദ്യയിലും ഏറെ പ്രതീക്ഷയോടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അതിനനുസരിച്ച് നമ്മുടെ വിദ്യാലയങ്ങളും ഏറെ മുന്നേറണമെന്നുണ്ട്. നവീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ബിന്ദു ജോർജും ഇന്ററാക്റ്റീവ് റൂമിന്റെ ഉദ്ഘാടനം 11-ാം വാർഡ് മെമ്പർ ശ്രീ PM കണ്ണനും നിർവഹിച്ചു. 8-ാം വാർഡ് മെമ്പർ PK അലിയാർ, SMC ചെയർമാൻ ശ്രീ സോനി ജോസഫ്, സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ശ്രീ സിജോ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് പ്രീതിജി നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ നാസർ കിഴക്കേലിനെയും നേര്യമംഗലത്തിന്റെ അഭിമാനമായി മാറിയ കവിയും എക്സലർ ബുക്സ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് ജേതാവുമായ ശ്രീ അക്ബർ നേര്യമംഗലത്തിനെയും ആദരിച്ചു. പരിയുടെ വീട്ടിൽ പോയി മുന്നിലെ കോർട്ടിൽ ഒഴുകുന്നുണ്ട് പന്തിനു പിറകെ കുട്ടികൾ. ഈ കാണുന്ന പരിയുടെ വീട്, ഇതിനു മുമ്പിൽ ഇവിടെ കോർട്ടായിരുന്നു, പന്തുകളി കോർട്ടായിരുന്നു. ഇവിടെ നിന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഞാൻ പഠിച്ചത്, ഞാനും അക്ബറെല്ലാം പഠിച്ചത് അപ്പുറത്ത് സ്കൂളിലാണ്. എങ്കിലും ഇതിൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പഠിച്ച് ഇറങ്ങി സമയത്ത് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരുമോ എന്നെനിക്ക് സംശയമാണ്. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്തും പല നിലയിലും എത്തിച്ചേർന്ന നിരവധിയായ വിദ്യാർത്ഥികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ വിദ്യാലയത്തിനും നവോദയ വിദ്യാലയത്തിൻ്റെയും എല്ലാം ചുറ്റുമതിലിനപ്പുറത്തേക്ക് ഒന്ന് വട്ടം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാം ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി വലിയ നിലയിലെത്തിയ നിരവധിയായ പൂർവ്വ വിദ്യാർത്ഥികളെ. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതയാണ്. ഇത്രയേറെ യോഗ്യതകൾ സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള ഇത്രയേറെ യോഗ്യതകളും PSC പോലുള്ള കടുത്ത പരീക്ഷകളിലൂടെ പാസ്സായി അതിൻ്റെ അഭിമുഖമെല്ലാം കഴിഞ്ഞ് ഈ സ്കൂളിലേക്ക്, ഇതുപോലുള്ള സ്കൂളിലേക്ക് പഠിപ്പിക്കാനായിട്ട് അധ്യാപകർ കടന്നു വന്നിട്ടും നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ, കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയക്കാൻ എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ മടിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വിരമിക്കുന്ന HSA ഹിന്ദി അധ്യാപികയായ ശ്രീമതി ബിന്നി VK, ലാബ് അസിസ്റ്റന്റ് രാധ KR എന്നിവർക്ക് ഹൃദയസ്പർശിയായ യാത്രയയപ്പ് നൽകി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഏകോപിത ശ്രമങ്ങളാൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം തുടരുന്നുവെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ജാഗ്രത ന്യൂസ് കേരള.